ഹായ് എവരി വൺ. ഇന്നത്തെ സെഷനിൽ നമുക്ക് കോപ്പിറൈറ്റ് റോയൽറ്റീസിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഒരു റോയൽറ്റി അക്കൗണ്ടിൻ്റെ നമ്മുടെ ക്യാഷ് സബ്സിഡി ഒക്കെ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ അനാലിസിസ് ടേബിളിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ജേണൽ എൻട്രി ഞാനൊന്ന് പറഞ്ഞു പോയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിനിൽ നമുക്ക് ജേണൽ എൻട്രി ഒന്ന് പറയുകയും ചെയ്യാം. നമുക്ക് വേണ്ട അക്കൗണ്ടുകളൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. കാര്യം കോപ്പിറൈറ്റ് റോയൽറ്റീസിനകത്ത് അത്യാവശ്യം നമുക്ക് വർക്കിംഗ് നോട്ട്സിൻ്റെ പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വേണമെങ്കിൽ റോയൽറ്റിയുടെ ഒരു കേസായിട്ട് റോയൽറ്റി അക്കൗണ്ടിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഇതിൻ്റെ ഒരു അനാലിസിസ് ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ അനാലിസിസ് ടേബിളും അതുപോലെ തന്നെ അക്കൗണ്ടുകളും പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് ഈ റോയൽറ്റി അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റിലേക്ക് പോയാലോ? ഓക്കെ. Dr. Raj wrote a book on accountancy and got it published by Mrs. Chetan Publications, New Delhi, on the terms that royalties will be paid at the rate of rupees 5 per copy sold, subject to a minimum amount of rupees 15,000. Here, minimum amount is meant as minimum rent per annum with a right to recoup short working over the first 3 years. This is very, very important. Recoupment of short working is limited to 3 years. This is very, very important. From the following, prepare a short working analysis table and necessary accounts. 2021, 22, 23, 24. Number of copies printed, then wastage, specimen copies and closing stock. ഇതെന്തിനാ ഇങ്ങനെ തന്നിരിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്പർ ഓഫ് കോപ്പി സോൾഡ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് റോയൽറ്റീസ് വിൽ ബി പെയ്ഡ് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് കോപ്പീസ് സോൾഡ്. അപ്പോൾ നമുക്കിവിടെ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് മിനിമം റെന്റ് ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ട് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് കോപ്പീസ് സോൾഡ്, അതാണ് നമ്മളുടെ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കണം നമുക്ക്. അതുപോലെ തന്നെ അത് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ എക്സാക്റ്റ് ആയിട്ടുള്ള റോയൽറ്റി എമൗണ്ട് എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. മിനിമം റെൻറ്റും റോയൽറ്റിയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ യൂഷ്വൽ അനാലിസിസ് ടേബിളിലേക്കൊക്കെ പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് നമുക്ക്. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇത് കോപ്പിറൈറ്റ് റോയൽറ്റി ആണ്. സോ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു നമ്പർ ഓഫ് കോപ്പീസ് സോൾഡ്. സോ ഇത് സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്. ഹെൻസ് ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ നമ്മുടെ റോയൽറ്റി എന്ന് പറയുന്നത് ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ മൈനിങ് റോയൽറ്റിയിലും അതുപോലെ പേറ്റന്റ് റോയൽറ്റിയിലും നമ്മൾ പറയുന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ റോയൽറ്റി എമൗണ്ട് ടു ബി ട്രാൻസ്ഫർ ടു പ്രൊഡക്ഷൻ അക്കൗണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് റോയൽറ്റി എന്ന് പറയുന്നത് സെയിൽസ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സോ ദാറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് പ്രൊഡക്ഷൻ അക്കൗണ്ട്. ഇതൊന്നും ഓർത്ത് വെച്ചേക്കണം. ഒരു പക്ഷേ നമുക്ക് 1 വെയിറ്റേജിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം, കോപ്പിറൈറ്റ് റോയൽറ്റി വിൽ ബി ട്രാൻസ്ഫർ ടു വിച്ച് അക്കൗണ്ട്? അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇവിടെ ആരാണ് നമ്മുടെ ലെസർ? ഡോക്ടർ രാജ് ആണ്. ആരാ ലെസി? ബുക്സ് ഓഫ് ചേതൻ പബ്ലിക്കേഷൻസ്. കാര്യം ചേതൻ പബ്ലിക്കേഷൻസ് ആണ് ഇതിൻ്റെ കോപ്പിറൈറ്റ് എടുത്തിരിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ രാജ ആയതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് നമ്മുടെ ലെസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ അറിയാം ഷോർട്ട് വർക്കിംഗ് അനാലിസിസ് ടേബിളിലേക്ക് പോകുമ്പോഴത്തേക്കും ഇയർ, നമ്പർ ഓഫ് കോപ്പീസ് സോൾഡ്, it should be ascertained, then royalty 5 per copy, then minimum rent that 15,000. നമുക്ക് വേണമെങ്കിൽ എഴുതി അങ്ങ് പോയേക്കാം 15,000. ഞാൻ കളറൊക്കെ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് ഇതിനകത്തോട്ടൊരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, നമുക്ക് മിനിമം റെന്റ് നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന നമ്പർ ഓഫ് കോപ്പീസ് സോൾഡ് കിട്ടിയാലേ ഉള്ളൂ നമുക്ക് ഷോർട്ട് വർക്കിങ്ങിൻ്റെ എന്താ പറയുന്നത് കാൽക്കുലേഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. ഷോർട്ട് വർക്കിംഗ് അറൈസ്ഡ്, സർപ്ലസ്, ഷോർട്ട് വർക്കിംഗ് റിക്യൂപ്ഡ്, ഷോർട്ട് വർക്കിംഗ് റിട്ടേൺ ഓഫ്, ഷോർട്ട് വർക്കിംഗ് ക്യാരി ഫോർവേഡ്. ദെൻ എമൗണ്ട് പേയ്മെൻറ്റ് മീൻസ് പേയ്മെൻറ്റ് ടു ലെസർ, ദാറ്റ് ഈസ് അവർ ഡോക്ടർ രാജ്. അത് എത്രയാണെന്നുള്ള കാര്യവും നമുക്ക് നോക്കണം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് കോപ്പീസ് സോൾഡിന് വേണ്ടി നമുക്കൊരു ഫോർമുല നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. എന്തായിരുന്നു ഫോർമുല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
Number of copies sold is equal to opening stock plus number of copies printed minus wastage, specimen copies and closing stock. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്പർ ഓഫ് കോപ്പീസ് പ്രിൻറ്റഡ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, വേസ്റ്റേജ് തന്നിട്ടുണ്ട്, സ്പെസിമെൻ തന്നിട്ടുണ്ട്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റിൻ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോർമുല അനുസരിച്ച് നമുക്കിവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടില്ല, പക്ഷെ അത് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ വരുന്നത് എന്നുള്ള കാര്യം പറയാം. സോ നമ്പർ ഓഫ് കോപ്പീസ് പ്രിൻറ്റഡ്, വേസ്റ്റേജ്, സ്പെസിമെൻ, ക്ലോസിംഗ് സ്റ്റോക്ക്. 2021 ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും 2022 ഓപ്പണിംഗ് സ്റ്റോക്ക്, 22 ക്ലോസിംഗ് സ്റ്റോക്ക് 23 ഓപ്പണിംഗ് സ്റ്റോക്ക്, 23 ക്ലോസിംഗ് സ്റ്റോക്ക് 24 ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ 2021 ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കും, അതിനകത്ത് യാതൊരു സംശയം വേണ്ട. ഇനിയും നമ്പർ ഓഫ് കോപ്പീസ് പ്രിൻറ്റഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരച്ചിട്ട് ഒരേ സമയം 4 ഇയർലെയും വാല്യൂസ് എഴുതി പോകാം. അതല്ല ഓരോ വർഷത്തെ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏതാണോ ടൈം സേവ് ചെയ്ത് പോകാൻ പറ്റുന്നത്. കാര്യം ഇങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു ടേബിൾ വരച്ച് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ നമ്പർ ഓഫ് കോപ്പീസിൻ്റെ മൊത്തം നമുക്ക് 2600, 3400 അങ്ങനെ നമുക്ക് ഓർത്ത് തന്നെ നമുക്ക് വാല്യൂ എഴുതാനായിട്ട് പറ്റും. ദെൻ 4500 ആൻഡ് 5600. ഞാനപ്പോൾ അത് ഒരുമിച്ച് അങ്ങ് എഴുതുവാണേ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ തന്നെ എഴുതണമെന്നൊന്നും നിർബന്ധമില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇയറിൽ 3400, അടുത്ത വർഷം വന്നപ്പോഴത്തേക്ക് 4500, അടുത്ത വർഷം വന്നപ്പോഴത്തേക്കും 5600. ഇനിയും വേസ്റ്റേജ് എത്രയാണെന്ന് നോക്കാം. ഓരോ വർഷത്തെ വേസ്റ്റേജ് 200, 100, 300, 200, 2132, 100, 300, 200. ഇനി നമുക്ക് അടുത്തത് സ്പെസിമെൻ കോപ്പീസ് ആണ്. സ്പെസിമെൻ കോപ്പീസ് 4324, 4324, 400, 300, 200 ആൻഡ് 400. ഫോർമുല ഞാനിവിടെ ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ടോട്ടലിംഗ് എല്ലാം കറക്റ്റായിട്ട് വരും. ഇനി ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ആ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കൊന്ന് നോക്കാം. 1245, 1245. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ 100 എഴുതുമ്പോൾ തന്നെ അടുത്ത വർഷത്തെ അത് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് വന്നിട്ടുണ്ട്. 1245, 400 ആൻഡ് 500. സെക്കൻഡ്, ഇവിടെ ഫോർമുല ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 2000 മൈനസ് 100, 1900. ഓക്കെ, 1900, 2900, 3800 ആൻഡ് 4900 ഈസ് അവർ നമ്പർ ഓഫ് കോപ്പീസ് സോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് യൂണിറ്റ് കിട്ടിയപ്പോഴത്തേക്കും ഇവിടെ ഓട്ടോമാറ്റിക്കലി അത് കോപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. സോ 2021 1900 യൂണിറ്റ്. നമുക്ക് റോയൽറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. 1900 ഇൻറ്റു 5. $1900 ഇൻറ്റു 5 എന്ന് പറയുന്നത് 9500 ആണ്. Then 2900 into 5, 14,500. Then 3,800 into 5, 19,000 ആണ് കിട്ടിയിരിക്കുന്നത്.
then 4,900 into 5 which is equal to 24,500. അപ്പോൾ നിങ്ങൾ നോക്കുക നമുക്ക് ഇനിയും ഷോർട്ട് വർക്കിംഗ് അതിൻ്റെ വർക്കിംഗ് നോട്ട്സിലേക്ക് അതിൻ്റെ കാൽക്കുലേഷനിലേക്ക് അല്ലെങ്കിൽ കൃത്യമായ ഒരു അനാലിസിസിലേക്ക് പോകാനുള്ള ഫിഗേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഈ അനാലിസിസ് ടേബിളിലേക്ക് അനാലിസിസിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ സാവകാശം നമുക്ക് തന്നിരിക്കുന്നുള്ളത്. നമുക്ക് 3 വർഷമുള്ളൂ. ആദ്യത്തെ 3 വർഷമുള്ളൂ. അതായത് 2021 ഒരു ഷോർട്ട് വർക്കിംഗ് അറൈസ് ചെയ്താലും 2022 അറൈസ് ചെയ്താലും ശരി 2023 കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തോണം. അതിൻ്റെ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്തോണം. കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ടും ലോസിലേക്ക് പോകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 2023 അപ്പോൾ നമുക്ക് ഇതിൻ്റെ അനാലിസിസിലേക്ക് പോകാം. എങ്ങനെയാണെന്നറിയാലോ? റോയൽറ്റി മിനിമം റെൻറ്റും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ എത്രയാണ് കുറവെന്നുള്ളതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. മിനിമം റെൻറ്റ് റോയൽറ്റിയേക്കാളും കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഷോർട്ട് വർക്കിംഗ് അറൈസ്ഡ് ആണ്. ആദ്യത്തെ വർഷം നമുക്ക് 5,500 ഷോർട്ട് വർക്കിംഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് വർക്കിങ്ങിൻ്റെ ബാലൻസ് എന്ന് പറയുന്നതും 5,500 തന്നെയാണ്. എമൗണ്ട് പെയ്ഡ് ടു ലെസർ ഡോക്ടർ രാജ് എത്രയാണ്? മിനിമം റെൻറ്റ് ഓർ റോയൽറ്റി വിച്ച് ഓർ ഈസ് ഹയർ ടു ബി പെയ്ഡ്. ഓക്കെ, നമുക്ക് റിക്രൂട്ട്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് ടു റിക്രൂട്ട്മെൻ്റ് എന്നുള്ള കണ്ടീഷനാണ് പറയുന്നത്. നെക്സ്റ്റ് ഇയറിൽ വന്നപ്പോഴത്തേക്കും 500 രൂപയുടെ ഷോർട്ട് വർക്കിംഗ് ആണ് റൈസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ എത്ര വന്നു? ഷോർട്ട് വർക്കിംഗ് എന്ന് പറയുന്നത് 6,000 രൂപ. സോ ഹിയർ ഓൾസോ ദ പേയ്മെൻറ്റ് ഷുഡ് ബി 15,000. ക്ലിയർ? മൂന്നാമത്തെ വർഷം വന്നപ്പോഴത്തേക്കും എങ്ങനെയാണത്? മൂന്നാമത്തെ വർഷം വന്നപ്പോഴത്തേക്കും മിനിമം റെൻറ്റിനേക്കാളും കൂടുതൽ റോയൽറ്റി വന്നപ്പോൾ നമുക്ക് 4,000 രൂപയുടെ സർപ്ലസ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ എത്രയായിരുന്നു റിക്കൂപ്പ് ചെയ്യേണ്ടത്? 6,000 പക്ഷെ നമുക്ക് റിക്കൂപ്പ് ചെയ്യാൻ 4,000 ഫണ്ടേ അവൈലബിൾ ഉള്ളൂ. അപ്പം മാക്സിമം നമുക്ക് റിക്കൂപ്പ് ചെയ്യാൻ സാധ്യതയുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 4,000 ഉള്ളൂ. പോയിട്ട് 2,000 രൂപ എന്ന് പറയുന്നത് നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഷോർട്ട് വർക്കിംഗ് ബാലൻസ് ഒന്നും തന്നെ ഇല്ല. ഫൈനലി നമുക്ക് എത്രയാണ്? മിനിമം റെൻറ്റ് ഓർ റോയൽറ്റി വിച്ച് ഓർ ഈസ് ഹയർ 19,000 ആയിരുന്നു കൊടുക്കേണ്ടത്. പക്ഷേ നമുക്ക് റിക്കൂപ്പ് ചെയ്യാൻ 4,000 രൂപയുടെ പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എമൗണ്ട് പെയ്ഡ് ടു ലെസർ വിൽ ബി 15,000. ഇനി ലാസ്റ്റ് ഇയറിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ സർപ്ലസ് എമൗണ്ട് ആണുള്ളത്. എത്ര സർപ്ലസ് വരുന്നത്? 9,500 അല്ലേ? 9,500 24,500 നിന്ന് 15,000 പോകുമ്പോഴത്തേക്ക് 9,500 ആണ്. പക്ഷേ നമുക്ക് റിക്കൂപ്പ് ചെയ്യാനൊന്നും ഒരു പ്രൊവിഷനും ഇല്ല. നമുക്കൊന്ന് ആ ഒരു സർപ്ലസ് കിട്ടിക്കൊണ്ട് പ്രത്യേകിച്ച് യൂട്ടിലിറ്റി തന്നെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ റോയൽറ്റി ഓർ മിനിമം റെൻറ്റ് വിച്ച് ഓർ ഈസ് ഹയർ, there is no provision for recoupment for that particular year. Hence, the total amount paid to Dr. Raj will be 24,500. ഇത് ഇത്രയും നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കിക്കോണം, ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു വർക്കിംഗ് നോട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ വർക്കിംഗ് നോട്ടും കൂടെ നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയാണ് പോയിരിക്കുന്നത്. സോ ഈ വർക്കിംഗ് നോട്ടും ഈ ഒരു ടേബിളും ഉള്ളതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ മാത്രമായിട്ട് സെക്ഷൻ ബിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങൾ ഓർത്തോണം, ഞാനിവിടെ നമ്പർ ഓഫ് കോപ്പീസ് സോൾഡിൻ്റെത് പറയുമ്പോഴത്തേക്കും സ്പെസിമെനൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് 1 രൂപ പോലും കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ എത്ര കോപ്പീസ് വിൽക്കുന്ന കോപ്പിക്ക് മാത്രമേ റോയൽറ്റി ഉള്ളൂ. സ്പെസിമെൻ എന്ന് പറയുന്നത് സാമ്പിളാണ്. വേസ്റ്റേജ് എന്ന് പറയുന്നത് ആർക്കും ഒരു ഗുണം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓർത്തോണം. അതുപോലെ തന്നെ സ്റ്റോക്കായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കയ്യിലിരിക്കുന്നുള്ളൂ. വിറ്റെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ ഫോർമുല ഓർത്ത് വെച്ചേക്കുക. ഇത് ഓർക്കുമ്പം ശ്രദ്ധിച്ചോണം. ദിസ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ നമ്പർ ഓഫ് കോപ്പീസ് സോൾഡ്. കോപ്പി റൈറ്റ് റോയൽറ്റീസിൻ്റെ കേസിൽ മാത്രമാണ്. നമുക്ക് പേറ്റൻറ്റിൻ്റെ കേസ് വരുവാണെങ്കിൽ അവിടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. കോപ്പിറൈറ്റ് വരുമ്പോഴത്തേക്കും ഈ ഫോർമുലയാണ് മാക്സിമം വരാൻ സാധ്യതയുള്ള ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. ഇനി ചിലപ്പോൾ എന്താ പറയുന്നത്, ചില ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്കും നമ്പർ ഓഫ് കോപ്പീസ് പ്രിൻറ്റഡും ക്ലോസിംഗ് സ്റ്റോക്കും മാത്രമായിരിക്കും തരുന്നത്. അത് വെച്ചിട്ട് നമുക്ക് നമ്പർ ഓഫ് കോപ്പീസ് സോൾഡ് കണ്ടുപിടിക്കാനായിട്ടും പറ്റും. ഓക്കെ, ഇനി നമുക്കിനി ഓരോ വർഷത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് അക്കൗണ്ടിൽ വരുന്നതെന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യത്തെ വർഷം 2021 മിനിമം റെൻറ്റ് കൂടി നിൽക്കുകയാണ്. അപ്പം നമുക്ക് എൻട്രി എങ്ങനെ പറയാം? മിനിമം റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു 2021 നമ്മൾ കൊടുത്തു. ടു ആരാണ് നമുക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ ലെസർ ആരായിരുന്നു? ഡോക്ടർ രാജ് അല്ലേ? ടു ഡോക്ടർ രാജ്.
എത്രയായിരുന്നു എമൗണ്ട്? 15,000 ആണ്. മിനിമം റെൻറ്റിൻ്റെ എമൗണ്ടിനൊന്നും വ്യത്യാസമൊന്നുമില്ല. ഇനിയും റോയൽറ്റി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താ എഴുതുന്നത്? റോയൽറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് അല്ലേ? അപ്പം റോയൽറ്റിയുടെ അക്കൗണ്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഡോക്ടർ രാജിൻ്റെ അക്കൗണ്ടിൽ ഈ പറയുന്ന കാര്യം ഒന്ന് ക്രെഡിറ്റ് ചെയ്തേക്കാം. 2021 മിനിമം റെൻറ്റ് അക്കൗണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്ത് പോവുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് തീർക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ, ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. ഇനിയും സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് റോയൽറ്റി വരുന്ന എൻട്രിയാണ്. എൻട്രി പറയുമ്പോൾ റോയൽറ്റി അക്കൗണ്ട് ഡേറ്റർ, ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് ഡേറ്റർ ടു മിനിമം റെൻ്റ് ആണ്. അപ്പോൾ അവിടെ മിനിമം റെൻ്റ് നമുക്ക് ക്ലോസ് ചെയ്ത് പോകുന്നതാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, റോയൽറ്റി അക്കൗണ്ടിലേക്ക് പോകാം. 2021 റോയൽറ്റി അക്കൗണ്ട് ഡേറ്റർ മിനിമം റെൻ്റ്, സോറി, ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് ഡേറ്റർ ടു മിനിമം റെൻ്റ് എന്നുള്ളതാണ്. സോ മിനിമം റെൻറ്റ് നമുക്ക് ആ വർഷത്തെ റോയൽറ്റി എമൗണ്ട് എന്ന് പറയുന്നത് 9,500 ആയിരുന്നു. സോ 9,500 ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ടിൽ 2021 അവിടെയും നമുക്ക് മിനിമം റെൻ്റ് ആണ് നമ്മൾ പറയുന്നത്. മിനിമം റെൻ്റ് അക്കൗണ്ട് നമുക്ക് എത്രയായിരുന്നു ആദ്യത്തെ വർഷം വന്നിരിക്കുന്ന ഷോർട്ട് വർക്കിംഗ്സ്? 5,500 ആണ്. ഇനി നമുക്ക് മിനിമം റെൻ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. സോ 2021 റോയൽറ്റി അക്കൗണ്ട് എമൗണ്ട് എത്രയായിരുന്നു? റോയൽറ്റി അക്കൗണ്ട് 9,500 ആണ്. 9,500. ദെൻ ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് അത് നമുക്ക് 5,500 ആണ്. ഇനി അടുത്ത എന്താണ്? രാജിനുള്ള പേയ്മെൻറ്റ് നടത്തുവാണ്. 2021 രാജിനുള്ള പേയ്മെൻറ്റ് പറയുമ്പോഴത്തേക്കും ടു ബാങ്ക് എന്നുള്ളതാണ് വരുന്നത്. എത്ര എമൗണ്ട് കൊടുക്കണ്ടേ? അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് 15,000 തന്നെയാണ്. നമുക്ക് ഈ അക്കൗണ്ടിൽ തന്നെ അറിയാം, നോക്കുമ്പോൾ അറിയാം. ഓക്കെ, ഇനി നമുക്ക് റോയൽറ്റി അക്കൗണ്ട്, റോയൽറ്റി വന്നിരിക്കുന്ന എമൗണ്ട് ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ നമുക്ക് പ്രൊഡക്ഷൻ അക്കൗണ്ട് അല്ല, അതിന് പകരം ഏത് അക്കൗണ്ടിലോട്ടാണ് പോകേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്. എൻട്രി എന്താ വരുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡേറ്റർ ടു റോയൽറ്റി അക്കൗണ്ട്. എമൗണ്ട് പറയുന്നത് 9,500 ആണ്. ഇതാണ് ഫസ്റ്റ് ഇയറിൽ വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണെങ്കിൽ ഇനിയും ഓരോ വർഷത്തെ നമുക്കൊന്ന് ക്ലോസ് ചെയ്തേക്കാം. എല്ലാ അക്കൗണ്ടും ടാലി ആയിട്ട് പോകും. ഇവിടെ 15,000 ബാലൻസ് ഒന്നുമില്ല. ഹിയർ ഓൾസോ 15,000. ഒന്നും നമുക്ക് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് അടുത്ത അക്കൗണ്ട് എടുക്കുക, ടോട്ടൽ ചെയ്യുക. നമുക്ക് വരുന്നത് 15,000 തന്നെയാണ് അല്ലേ? പിന്നെ ഇവിടെ ഷോർട്ട് വർക്കിംഗ് റോയൽറ്റി അക്കൗണ്ട് വരുമ്പോഴും നമുക്കത് ക്ലോസ് ചെയ്യുമ്പം 9,500 ആണ് വരുന്നത്. ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് വരുമ്പോൾ മാത്രം നമുക്ക് ബാലൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് ടോട്ടൽ ചെയ്യുക. 5,500 അത് ട്രാൻസ്ഫർ ചെയ്യുക. 5,500 നമുക്ക് ബാലൻസ് ഇവിടെ കിട്ടും. 5,500 നമ്മൾ എന്താ എഴുതുന്നത്? ബാലൻസ് ക്യാരി ഡൗൺ. അത് നമുക്ക് അടുത്ത 2022 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതണം. ബാലൻസ് ബ്രോ ഡൗൺ. ഇനി ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അടുത്ത വർഷം വരുമ്പോഴും നമുക്ക് ഇതേ എൻട്രി തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ വരുന്നത് നമുക്ക് റോയൽറ്റി 14,500, സോറി, മിനിമം റെൻറ്റ് 15,000 ഉണ്ട്. ദെൻ റോയൽറ്റി 14,400 ഉണ്ട്. ഷോർട്ട് വർക്കിംഗ് വന്നിരിക്കുന്ന 500. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എൻട്രി വരുമ്പോഴത്തേക്ക് മിനിമം റെൻറ്റ് 2022 ഡോക്ടർ രാജ് 15,000 ആണ്.
അടുത്ത നമുക്ക് ഡോക്ടർ രാജിൻ്റെ അക്കൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ 2022 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടു മിനിമം റെൻറ്റ് ബൈ മിനിമം റെൻറ്റ് 15,000. ഇനി റോയൽറ്റിയുടെ എൻട്രി വരുമ്പോഴത്തേക്കും റോയൽറ്റിയുടെ അക്കൗണ്ടിൽ നോക്കുക. റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ ടു മിനിമം റെൻറ്റ് 2022 വരുമ്പോഴത്തേക്കും മിനിമം റെൻറ്റ് 14,500 14,500. ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ടിൽ വരുമ്പോഴത്തേക്കും ഓൾറെഡി നമുക്ക് ബാലൻസ് അവിടെ കിടപ്പുണ്ട്. മിനിമം റെൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ 500 എഴുതിയിരിക്കുന്നു. അപ്പം മിനിമം റെൻ്റ് അക്കൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ 2022 റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ നമുക്ക് ഇത് രണ്ടും സെയിം ആണ് വരുന്നത്. അതങ്ങോട്ട് കോപ്പി ചെയ്തങ്ങ് ഞാൻ കോപ്പി ചെയ്യുകയാണ്, സമയം കളയുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോവും. 14,500 500. ഇനി എന്താ നമ്മുടെ എൻട്രി? ഇദ്ദേഹത്തിന് രാജിനുള്ള പേയ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത്. 2022 ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഡോക്ടർ രാജ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. എമൗണ്ട് എത്രയാണ്? 15,000 ആണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് അവിടെ കിടക്കുന്ന 15,000 ആണ്. ഇനി ഇതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റ് നടത്തി കഴിയുമ്പോഴത്തേക്കും റോയൽറ്റി അക്കൗണ്ടിലുള്ള കാര്യം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാം. 2022 വരുമ്പോഴത്തേക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നിങ്ങളവിടെ ഇയർ എഴുതുമ്പോഴത്തേക്ക് ഒരു കോമ വരുന്നുണ്ട്, അത് കാര്യമാക്കണ്ട, നമ്മളത് എഡിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത്രയും കൂടെ നമുക്ക് സമയം പോകും. 14,500. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? എല്ലാ അക്കൗണ്ടും നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ആദ്യം മിനിമം റെൻറ്റിൻ്റെ അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. 15,000 തന്നെ വരത്തുള്ളൂ, അതിനകത്ത് ഒരു സംശയം വേണ്ട. ബാലൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. ടോട്ടൽ ചെയ്യുക 15,000. ദെൻ ഡോക്ടർ രാജിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. അവിടെ നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 15,000 തന്നെയാണ്. അവിടെയും വലിയ ഡിഫിക്കൽട്ടി ഒന്നുമില്ല. ഈ അക്കൗണ്ടുകൾ ഇങ്ങനെ ക്ലോസ് ചെയ്യുക എന്നുള്ളൊരു വലിയ പരിപാടിയാണ്. റിപ്പീറ്റ് ചെയ്ത് വരുന്നെന്നുള്ള ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുന്നത്, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കിട്ടുന്നൊരു കാര്യമാണ്. നൗ റോയൽറ്റി അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. റോയൽറ്റി അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ വരുന്നത് 14,500 ആണ്. ടോട്ടൽ ചെയ്യുക, അടുത്ത മീൻസ് ട്രാൻസ്ഫർ ചെയ്യുക 14,500. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഷോർട്ട് വർക്കിങ്ങിന് എന്തായാലും അടുത്തൊരു വർഷം കൂടെ അതിന് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ടോട്ടൽ ചെയ്യുക. നമുക്കിവിടെ വന്നപ്പോഴത്തേക്കും 6,000 ആണ്. ഇത് തന്നെയാണ് നമ്മൾ അനാലിസിസ് ടേബിളിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. 6,000 ഇവിടെ ബാലൻസ് കണ്ടുപിടിച്ചേക്കുക. രണ്ടായിരത്തി 2022 വന്നപ്പം ₹6,000 നമുക്ക് ബാലൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വർഷം കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ വർഷത്തിലേക്ക് പോയാലോ? മൂന്നാമത്തെ വർഷം വരുമ്പോഴത്തേക്കും മിനിമം റെൻറ്റ് റോയൽറ്റിയേക്കാളും കൂടിയിട്ടുണ്ട്. റോയൽറ്റി മിനിമം റെൻറ്റിനേക്കാളും കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിനിമം റെൻറ്റ് അക്കൗണ്ടിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. നമുക്ക് നേരിട്ട് റോയൽറ്റി അക്കൗണ്ടിലേക്ക് പോകാം. റോയൽറ്റി അക്കൗണ്ട് 2023 നമുക്ക് അവിടെ അപ്പോൾ നേരെ നമുക്ക് റോയൽറ്റിയുടെ ഡ്യൂ വരുമ്പോഴത്തേക്ക് റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ ടു ലെസർ, അതായത് നമ്മുടെ ഡോക്ടർ രാജിനുള്ള പേയ്മെൻ്റ് ആണ്. സോ ടു ഡോക്ടർ രാജ് എത്രയാണ് കൊടുക്കേണ്ടത്? 19,000 ആണ് അല്ലേ? നമുക്ക് നോക്കാം. 19,000 ആണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ട എമൗണ്ട്. അത്രയും ഡ്യൂ ആക്കി വെച്ചിരിക്കുവാണ് നമ്മൾ. അങ്ങനെയാണ് ഡോക്ടർ രാജിൻ്റെ അക്കൗണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ 2023 റോയൽറ്റി എന്ന് പറഞ്ഞാണ് നമ്മൾ കാണിക്കുന്നത്. റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ മിനിമം റെൻറ്റ് ഇനിയില്ല, 19,000 നമ്മൾ. അപ്പോൾ എൻട്രി എന്താണ്? റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ ടു ഡോക്ടർ രാജ് അക്കൗണ്ട്.
ഇനിയും രാജിനുള്ള പേയ്മെൻറ്റിലേക്ക് നമ്മൾ പോവാണ്. 2023 പേയ്മെൻറ്റ് പോകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് പൈസ കൊടുക്കുന്ന നമ്മൾ പറഞ്ഞു പ്രൊവിഷൻ റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രൊവിഷൻ വെച്ചിട്ട് അതിന് ബാക്കിയാണ്. അപ്പോൾ നമുക്കറിയാം ഷോർട്ട് വർക്കിംഗ് നമുക്ക് റിക്കൂപ്പ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി വന്നിരിക്കുന്നത്. ഷോർട്ട് വർക്കിംഗ് എത്രയായിരുന്നു നമുക്കിവിടെ റിക്കൂപ്പ് ചെയ്യാൻ പറ്റുന്നത്? 4000 രൂപയാണ് റിക്കൂപ്പ് ചെയ്യുന്നത്. അത് നമ്മളിവിടെ കാണിച്ചു അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ. അപ്പം 19,000 രൂപ കൊടുക്കാനുള്ളത് തോന്നും 4000 രൂപ നമുക്ക് ഒരു പ്രൊവിഷൻ റിക്കൂപ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എത്രയാണ്? 15,000 രൂപ മാത്രം നമ്മൾ കൊടുത്താൽ മതി. ക്ലിയർ ആണല്ലോ? സോ എൻട്രി വിൽ ബി ഡോക്ടർ രാജ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 15,000 ടു ഷോർട്ട് വർക്കിംഗ്. ഞാൻ എൻട്രി പോസ്റ്റിംഗ് ഞാൻ ഇത്തിരി റിവൈസ് ചെയ്ത് എഴുതിയെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമുക്ക് ആദ്യം റിക്കൂപ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് അതങ്ങ് കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്ടർ രാജ് അക്കൗണ്ട് ഡെറ്റർ ടു ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് ടു ബാങ്ക് എന്ന് വേണം നിങ്ങൾക്ക് കാണിക്കാം. ഡോക്ടർ രാജ് അക്കൗണ്ട് 19,000 ടു ഷോർട്ട് വർക്കിംഗ് 4,000 ടു ബാങ്ക് 15,000. അത് തിരിഞ്ഞും പറഞ്ഞും പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കിവിടെ റോയൽറ്റി അക്കൗണ്ട് ഉണ്ട്. റോയൽറ്റി അക്കൗണ്ട് നമുക്ക് പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പ്രൊഡക്ഷൻ അല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 19,000 നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പറഞ്ഞാൽ ഈ വർഷത്തെ 2023 നമ്മൾ ഷോർട്ട് വർക്കിംഗ് ഓപ്പണിംഗ് ബാലൻസ് ബ്രോട്ട് ഡൗൺ നമ്മൾ എഴുതിയില്ലായിരുന്നു. നിങ്ങൾ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ എഴുതുന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് ഓർത്തോണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിട്ടുപോകും. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് 2023 കൊണ്ട് നമ്മുടെ ഈ പറയുന്ന റോയൽറ്റിയുടെ എല്ലാ ഇടപാടും തീർക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു എൻട്രി എഴുതി ഡോക്ടർ രാജ് അക്കൗണ്ട് ഡെറ്റർ ടു ഷോർട്ട് വർക്കിംഗ് ടു ബാങ്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഷോർട്ട് വർക്കിങ്ങിൻ്റെ ഈ അക്കൗണ്ടിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പോസ്റ്റിംഗ് ഉണ്ടാവണം. ഡോക്ടർ രാജ് അക്കൗണ്ട് ഇസ്ന്റ് ഇറ്റ്. അങ്ങനെ എഴുതി കഴിയുമ്പോൾ ഇവിടെ എത്രയായിരുന്നു അദ്ദേഹം റിക്കൂപ്പ് ചെയ്തത്? 4000 രൂപയാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഷോർട്ട് വർക്കിങ്ങിൻ്റെ ഇടപാട് 2023 കൊണ്ട് തീർക്കണം എന്നാണ് കണ്ടീഷൻ പറഞ്ഞിരുന്നത്. ഞാൻ ഇവിടെ ഒരു റെഡ് കളർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 3 വർഷമാണ് നമുക്ക് ഈ പറയുന്ന ഷോർട്ട് വർക്കിംഗ് റിക്കൂപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ തന്നിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് അപ്പം ഇവിടെ കൊണ്ട് ക്ലോസ് ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ് വരുന്നത്. സോ 6,000 എടുത്ത് എഴുതിയേക്കുക, ട്രാൻസ്ഫർ ചെയ്തേക്കുക. മിച്ചമുള്ളത് എത്രയാണ് വന്നിരിക്കുന്നത്? 2,000 റുപ്പീസ്. ഇത് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. കാര്യം അതൊരു ലോസാണ്. എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് 3ാമത്തെ വർഷം നമ്മൾ എല്ലാ അക്കൗണ്ടുകളും ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കിവിടെ റോയൽറ്റിയും കൂടെ ഒന്ന് ക്ലോസ് ചെയ്തേക്കാം. റോയൽറ്റി ബാലൻസ് ഒന്നുമില്ല, സെയിം ബാലൻസ് തന്നെയാണ് വരുന്നത്. 19,000 ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് രാജിൻ്റെ അക്കൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്തേക്കാം. 19,000 ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് 2024 എൻട്രിയിലേക്ക് പോകാം. 2024 വരുമ്പോഴത്തേക്കും 3 എൻട്രിയുടെ ആവശ്യമുള്ള റോയൽറ്റി ടു ലെസർ. ദെൻ ഇവിടെ നമുക്ക് ഷോർട്ട് വർക്കിംഗ് റിക്രൂട്ട്മെൻറ്റും ഇല്ല, സർപ്ലസ് ഇല്ല, ഒന്നുമില്ല. പിന്നെ സെക്കൻഡ് എൻട്രി ലെസറിന് കൊടുക്കുന്ന പേയ്മെൻറ്റിന് എൻട്രി എഴുതുക. ദെൻ റോയൽറ്റി നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അത് മാത്രമേ നമുക്കുള്ളൂ. സോ 2024 വരുമ്പോഴത്തേക്കും ഡോക്ടർ രാജ് 24,500 isn't it? അല്ലേ? നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്തേക്കാം. 24,500 ആണ്. അങ്ങനെയാണെങ്കിൽ രാജിൻ്റെ അക്കൗണ്ടിൽ നമുക്ക് 2024 റോയൽറ്റി 24,500.
സോ എൻട്രി വിൽ ബി റോയൽറ്റി അക്കൗണ്ട് അറ്റഡ് ടു ഡോക്ടർ രാജ് അക്കൗണ്ട്. ഇനി ഡോക്ടർ രാജിൻ്റെ പേയ്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത് ടു ബാങ്ക്. ഫുൾ എമൗണ്ടും അദ്ദേഹത്തിന് കൊടുക്കുവാണ്. ഷോർട്ട് വർക്കിങ്ങിൻ്റെ റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള പ്രൊവിഷൻ ഇല്ല. 24,500. എൻട്രി വിൽ ബി ഡോക്ടർ രാജ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക്. ഇനി 2024 റോയൽറ്റി അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് 24,500. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു അക്കൗണ്ടും ഇല്ല. നമുക്ക് അങ്ങ് ടോട്ടൽ ചെയ്ത് അതിൻ്റെ ആ പ്രൊസീജിയർ അങ്ങ് കംപ്ലീറ്റ് ചെയ്തേക്കാം. ഓക്കെ, 24,500 രാജിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തേക്കാം. 24,500 24,500 ഓക്കെ. അത് നമുക്ക് വേറെ ഒരു അക്കൗണ്ട് കൂടെ ഇല്ല. വേറെ ഒരു പ്രത്യേക നമുക്ക് ലൈബിലിറ്റികളൊന്നും തന്നെയില്ല. നോക്കുക, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നതിന് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ റിപ്പീറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എൻട്രി അറിയാം. ഈവൻ നിങ്ങൾക്ക് എൻട്രി അറിയാമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഞാൻ ഈ ക്വസ്റ്റ്യനിൽ കുറച്ച് ലെങ്തി ആയി പോയിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ടും കൂടെ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. ജേണൽ എൻട്രി ഇതിനകത്തൂടെ പറഞ്ഞു പോകുന്ന രീതിയിലാണ്. അത് എല്ലാത്തിനും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ പറയാൻ പറ്റിയതിനെല്ലാം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് അതൊന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ എൻട്രിയും നമ്മൾ ബൈ ഹാർട്ട് ചെയ്തങ്ങ് പോകും. ഇതൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഒരു പ്രൊസീജിയറിൻ്റെ ഒരു കാര്യം മാത്രമേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ, വളരെ എന്താ പറയുന്നത്, കംഫർട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ ഈ പറയുന്ന പോലെ തന്നെ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ, അതായത് പേറ്റൻറ്റ് റോയൽറ്റി, അത് ഒന്ന് ശ്രദ്ധിക്കണം. ചില ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ് ആയിരിക്കാം, മീൻസ് മാനുഫാക്ചർ ആൻഡ് സോൾഡ് എന്നുള്ള രീതിയിലായിരിക്കാം. ചിലപ്പോൾ എന്താ പറയുക, നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എന്നുള്ള രീതിയിലായിരിക്കും. അത് ഈ പറഞ്ഞ പോലെ ഒരു ടേബിൾ വരയ്ക്കണം. ആ ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് ആ ടേബിൾ വരച്ചിട്ട് ഇവിടെ ഔട്ട്പുട്ട് പറയുന്നത്. അത് ഇറ്റ് മേ ബി നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആയിരിക്കാം, ഇറ്റ് മേ ബി നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ് എന്നുള്ളതായിരിക്കാം. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് നോക്കിയിട്ട് അവിടെ വർക്കൗട്ട് ചെയ്യാം. അപ്പം ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ബൈ.